നിങ്ങൾക്കറിയോ, കുറേ ആളുകൾ പറയും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഷുഗറുള്ള ആളുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർ, ഇവരൊക്കെ പറയും ഇവരെ കൈയിൻ്റെ ഈ ഭാഗത്ത് തരിപ്പും കടച്ചിലും ഉണ്ടാവും. പ്രത്യേകിച്ച് എന്തെങ്കിലും വാഷ് ചെയ്യുമ്പോഴേ, പാത്രം കഴുകുമ്പോഴേ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഈ തള്ളവിരൽ, നടുവിരൽ, ഈ ഇൻഡെക്സ് ഫിംഗർ, ഇവിടെയൊക്കെയാണ് തരിപ്പ് എന്ന് പറയുക. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ. നമ്മൾ ഈ കൈക്കുഴേൻ്റെ അവിടെ ഒരു പാട പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ മീഡിയൻ നെർവ്, നമ്മൾ ഈ മൂന്ന് ഞരമ്പിനുള്ള നെർവ്, ഒരു സെൻസറി നെർവ് സപ്ലൈ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ കംപ്രസ് ആകുമ്പോൾ, ബ്ലോക്ക് ആകുമ്പോഴാണ് അതിന് വരുന്നത്. അത് സാധാരണ രീതിയിൽ മരുന്ന് കഴിച്ചാൽ, എക്സസൈസ് ചെയ്താലെല്ലാം കുറയാറുണ്ട്. എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, നമ്മൾ ഹാർട്ടിന് ECG എടുക്കുന്ന പോലെ നരമ്പിനുള്ള ഒരു ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ. സോ നമ്മൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം NCS വെച്ച് ഡയഗ്നോസ് ചെയ്ത്, അത് വലിയ നല്ല കംപ്രഷൻ്റെ സർജറി നല്ലത്. എല്ലാ തരിപ്പും വേദനയും മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ലൈവ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും ആ മെഷീന്. എന്നിട്ട് ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന നരമ്പ് കണ്ടുവച്ചിട്ട് ചെറിയ നീഡിൽ വെച്ചിട്ട് അവിടെ നമ്മൾ ആ നരമ്പ് വിടുവിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ, അവിടുത്തെ നീര് വലിയാനുള്ള മരുന്നുകൂടെ കൊടുത്താൽ, ഒരു 90% ആളുകൾക്ക് നല്ല റിലീഫ് കിട്ടും. കാരണം ആ കടച്ചിലെല്ലാം മാറ്റി നല്ല കാർപ്പൽ ടണൽ സിൻഡ്രോം സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്.